ക്യാമ്പസുകളിൽ വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ സ്വഭാവത്തിലുള്ള ബാനറുകളൊക്കെ നീക്കണം എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ വാശി പിടിക്കുന്നത് ഒരുതരം ബാലിശമായ നിലപാടല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഈ തെമ്മാടിത്തരം വർഷങ്ങളായിട്ട് സഹിച്ച് അതാണ് ശരിയെന്നുള്ളൊരു മനസ്സുള്ളവരാണ് നമ്മളെല്ലാം. കോളേജ് ക്യാമ്പസിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ നിൽക്കട്ടെ, കൊല്ലം SN കോളേജിൽ സംസ്കാരം പഠിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ബാനർ കിട്ടി. കെട്ടാവുന്നൊരു ബാനറാണോ അത്? അല്ല, തീർച്ചയായും. എന്നിട്ട് നാട്ടുകാരെ ആരെങ്കിലും അത് പറിച്ചു കളഞ്ഞോ? കേരളവർമ്മ കോളേജിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്? ഏതൊക്കെ ബാനറാണ്? രാജ്യം മോദിയുടെ തന്തയുടെ വകയില്ല, ഏതോ കോളേജിൽ ബാനർ കിട്ടിയിരുന്നു. സരസ്വതി ദേവിയുടെ നഗ്നചിത്രം. ഞാനും ഒരു കാലത്ത് വിദ്യാർത്ഥിയായിരുന്നു. പോക്കൃത്തരത്തിനൊരു ലിമിറ്റ് വേണം. ഈ അലമ്പെല്ലാം കാണിച്ചിട്ട് ആളുകൾ ഇത് സഹിച്ചുകൊണ്ടല്ലോ, ഇത് അലമ്പല്ലാതായിട്ട് മാറി. ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ക്യാമ്പസുകൾ നിറച്ച് ബാനറാണ്. ഇതൊക്കെ വലിച്ചൂരി തോട്ടിക്കളയണം. ഇത് നാട്ടുകാർക്ക് ചെയ്യാൻ പേടിയാണ്. ഗവർണർ അത് ബോൾഡായിട്ട് ചെയ്തു. അത് ബാലിശമല്ല, അതൊരു സീരിയസ് സ്റ്റെപ്പാണ്. ഹൂളിഗനിസത്തിനെതിരെയുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. സസ്റ്റെയിൻ ചെയ്യാൻ ഗവർണർക്ക് സാധിക്കില്ല. കാരണം ലോ ആൻഡ് ഓർഡർ മെഷീനറി ഈ ക്രൂരനും ഫാസിസ്റ്റുമായ പിണറായി വിജയൻ്റെ കയ്യിലിരിക്കുക. ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് അങ്ങേർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അങ്ങേര് ചെയ്തു. അങ്ങേര് വാതിൽ തുറന്നപ്പോൾ വാലും ചുരുട്ടി ഓടിയില്ലേ ഇവന്മാരൊക്കെ? എവിടെ പോയിരുന്നു ഇതിൻ്റെ ശൗര്യം? എന്നിട്ട് കിടന്ന് നിലവിളിക്കുന്നു. പോലീസുകാരൻ കെട്ടിപ്പിടിക്കുന്നു. ഹർഷോ, ഞാൻ പറയുന്നത് കേൾക്കടാ, എൻ്റെ മകനെ കെട്ടിച്ചേരാ അവിടെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. നാണം കെട്ട വർഗം. എന്നിട്ട് പറയുന്നു ഗവർണർ ഈ യുദ്ധത്തിൽ തോറ്റുപോയാൽ പോലും ഗവർണറാണ് ഹീറോ. കാരണം ആദ്യമായിട്ട് SFI എന്ന് പറയുന്ന തെമ്മാടി കൂട്ടത്തിൻ്റെ ഒരു ബാനർ വലിച്ച് താഴെയിടുന്ന ബാനർ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു ചുണക്കുട്ടി ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ വരേണ്ടി വന്നു. മലയാളി ആരും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഗവർണർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ബാനർ വന്നു കഴിഞ്ഞു. കേരളം മൊത്തം ബാനർ വയ്ക്കാൻ പറ. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു സമൂഹമാണെങ്കിൽ നിങ്ങൾ ഈ ബലാത്സംഗത്തിനൊക്കെ കീഴടങ്ങും. എനിക്കത്തരം മനസ്ഥിതിയൊന്നുമില്ല. SFI തെമ്മാടികൾ നമ്പർ 1 ആണ്. വൃത്തികെട്ടവന്മാരാണ്, സംസ്കാരശൂന്യരാണ്. PM ഹർഷോയൊക്കെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കേണ്ടതാണ്. അവനൊന്നും ചെറുപ്പമല്ല, യുവത്വം ആഘോഷിക്കുകയല്ല. അവൻ പെണ്ണുങ്ങളെ വെച്ച് എൻജോയ് ചെയ്യാണ് പരസ്യമായിട്ട് റോട്ടിൽ, ഇല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതിഷേധം തോന്നുന്നുണ്ടോ? ഗവർണർ ഒരു ബാനർ ഇറക്കി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ബാലിശമായി പോയി. ഗവർണർക്ക് മാത്രമായിട്ട് ഒരു സംസ്കാരം ഇവിടെ നടക്കില്ല എന്ന് ഗവർണർ മനസ്സിലാക്കി കഴിഞ്ഞു. ഗവർണറും ഒരു കാലത്ത് വർണ്ണപ്പട്ടമായിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ നടക്കുന്നതിൻ്റെ 100 ഇരട്ടി അടി നടക്കുക അവിടെ. പുള്ളി തൃശ്ശൂർ പൂരം കണ്ടിട്ട് വരികയാണ്. അങ്ങനെ വൈക്കത്തഷ്ടമി കാണിച്ച് പേടിപ്പിക്കരുത്. ഒരു കാരണവശാലും ഗവർണർ കീഴടങ്ങാൻ പോകുന്നില്ല. പിന്നെ പോലീസ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഗവർണറുടെ കാറിൽ വന്ന് ഇടിച്ചപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയല്ലായിരുന്നോ? ഗവർണറെ തല്ലിക്കൊന്നാലും കേരള പോലീസ് നോക്കി നിൽക്കും. കേരള പോലീസ് ഗുണ്ടകളുടെ ഇന്നലെ ഒരുത്തൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, വാടാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സർവീസിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ നാട്ടിൽ അരാജകത്വമല്ലേ നടക്കുന്നത്? എന്നിട്ട് ആ അരാജകത്വത്തിനെതിരെ സിംബോളിക്കായിട്ടെങ്കിലും ഗവർണർ ഒരു 3 ബാനർ അഴിക്കടാ താഴെ എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ആരെങ്കിലും KSU, ABVP, MSF, തേങ്ങ മാങ്ങ കുറേ വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, SFI കെട്ടിയ ബാനർ അഴിപ്പിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അതവരുടെ ചങ്കത്ത് കുത്തിയ അപമാനമായി പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പിടയ്ക്കുന്നത് എല്ലാ കോളേജിലും തുണി അഴിച്ച് നിൽക്കട്ടെ ഇവന്മാരെല്ലാം തല്ലിപ്പൊളികൾ. പക്ഷേ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന സമരങ്ങൾ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുമായിട്ട് ആഘോഷിക്കുകയാണെന്നൊക്കെ പറയുന്നത് വളരെ മോശം. ആഘോഷിക്കണം. നമ്മുടെ കൺമുമ്പിൽ ക്യാമറയിൽ കാണുന്നു കെട്ടിപ്പിടിച്ച് റോഡിൽ കിടക്കുന്നത്. ഇത് ആഘോഷമല്ലാതെ മറ്റെന്താണ്? പോലീസിൻ്റെ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ ദൂരെ മാറി നിന്നാൽ പോരെ? കെട്ടിപ്പിടിക്കുന്നത് എന്തിനാ? മഹാവൃത്തികെട്ട പരിപാടി പരസ്യം. കാരണം ഇവരുടെ മാനിഫെസ്റ്റോ ഇവർ കൊല്ലത്ത് കാണിച്ചു. സംസ്കാരം പഠിക്ക് പുറത്ത്, തന്തയ്ക്ക് പറക്കാഴുക പഠിക്കകത്ത്. ഇതാണ് നടക്കുന്നത്. ഇതിനെതിരെ ഒരു വിരൽ ഉയർത്താൻ കേരള ഗവർണർ തുനിഞ്ഞപ്പോൾ അത് ബാലിശമായി പോയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ അക്രമത്തിന് കീഴടങ്ങി പദം വന്ന മനസ്സാണ് നമ്മുടെ. പോലീസ് എന്താ ചെയ്യുന്നത്? ഈ മറ്റേ പോലീസിനെ ഭരിക്കുന്നത് വേറൊരു ക്രിമിനലാണ്. ഹർഷോയുടെ ജാമ്യാപേക്ഷയിൽ ഇതുവരെ ഹൈക്കോടതി തീർപ്പാക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരാൾക്ക് പോലീസിനെ വെല്ലുവിളിച്ച് സമരം ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ലേ? നമ്മൾ കാണുന്നില്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അതെ, വെള്ളരിക്കയല്ല, മത്തങ്ങ പട്ടണം. ഇതിലും അസപ്പതിച്ചൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇത്ര അരാജകത്വം നടക്കുന്ന റോഡുകളും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ ഗവർണറും SFIയും തമ്മിലുള്ള ഈ സമരത്തിൻ്റെ ഫലശ്രുതി എന്തായിരിക്കും?
അത് ഈ ആരുടെ കുഞ്ഞപ്പൻ്റെ വള്ളം എത്തുമ്പോൾ എത്തും കുത്തുമ്പോൾ കുത്തും എന്ന് പറയുമല്ലോ, പോകുന്നിടത്തേക്ക് പോകും. ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇത് ശരിയാക്കി തരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എൻ്റെ BJP സുഹൃത്തുക്കളോട് ഞാനതാ പറയുന്നത്. കാരണം ഇതിലും വലിയ പടക്കം പൊട്ടിക്കലാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് R.N. രവിയുമായിട്ട്. അറിയാം, പെട്രോൾ ബോംബ് എറിയുന്നു ഗവർണർക്ക് നേരെ. അത്രയൊന്നും എത്തിയിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് കേന്ദ്രം ഭയപ്പെടാനും പോകുന്നില്ല. 356 വകുപ്പ് ഉപയോഗിച്ച് പിണറായി വിജയനെ സർക്കാരിനെ പിരിച്ചുവിട്ട് പിണറായിക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടി, അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങി മൂന്നാമത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാരണവർ ഇതിനപ്പുറം കണ്ടിട്ടായിരിക്കും. വലിയ തമാശ ചോദിക്കട്ടെ, തമാശ പലരും പറയുന്നതാണ്, മോദിയും പിണറായിയും തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെ വരുമ്പോൾ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ അല്ലാതായി മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുടെ പീരീഡ് കഴിയുമ്പോൾ ഗവർണർ അല്ലാതാകും. അങ്ങനെയുടെ പീരീഡ് ഇനി 2 വർഷം മറ്റേ ഉള്ളൂ. അല്ല, അതിനു മുമ്പും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. പക്ഷേ ഇതിലൊരു ഞാൻ പറയട്ടെ, ഇത് സത്യസന്ധമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യുക വിഷയം. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലൊരു അന്തർധാരയുണ്ടോ? ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ. ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കൽ വാങ്ങലുണ്ടാകുമല്ലോ. തീർച്ചയായും. പിണറായി വിജയന് മോദി ചെയ്ത സഹായം, 1 ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു, 2 ആരിഫ് മുഹമ്മദ് ഖാനെ ഒരുപക്ഷെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് വരാം. ഇത് ചെയ്യാൻ പോകുന്നൊരു ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. പിണറായി വിജയൻ അങ്ങോട്ട് കൊടുത്ത ഫേവർ എന്താ പറഞ്ഞു? അല്ല, അവർ പറയുന്നുണ്ട് അദാനി പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തു, നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തു കൊടുത്തു. നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്ത് കൊടുത്തത് പിണറായി വിജയൻ്റെ ഇതാണോ? പൊളിറ്റിക്കൽ കൊടുക്കൽ വാങ്ങലാണോ? അതല്ലെങ്കിൽ തന്നെ പിണറായി വിജയന് പകരം ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും സ്ഥലം എടുത്ത് കൊടുക്കണം. പിണറായി വന്നുകൊണ്ട് സാധിച്ചു, മോദി അതിനെ അഭിനന്ദിച്ചു എന്നാണ് പിണറായി പറയുന്നത്. അല്ല, അത് അഭിനന്ദിക്കുമല്ലോ. തടഞ്ഞു കിടന്ന ഒരു പ്രോജക്റ്റ് ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്ത് തീർക്കുമ്പോൾ അഭിനന്ദിക്കും. കാരണം നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിനെയാണ്. പക്ഷേ ഹൈവേയുടെ സ്ഥലം കേരളത്തിലല്ലേ കിടക്കുന്നത്. ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള ലാൻഡ് അക്വിസിഷൻ ആക്ട് ഒന്ന് വായിച്ചു നോക്കുക. ആ ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാണ്? ജില്ലാ കളക്ടർ ഓൾ ഇന്ത്യ സർവീസാണ്. ബട്ട് ഹീ ഈസ് റിപ്പോർട്ടിംഗ് ടു റവന്യൂ മിനിസ്റ്റർ. അപ്പോൾ ഈ സംവിധാനത്തിൽ ജില്ലാ കളക്ടറാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടത്. ഫലത്തിൽ അതാത് സംസ്ഥാന സർക്കാരുകളാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. സ്ഥലം കൊടുക്കാൻ കാശില്ല. അതാണ് ഗഡ്കരി പറഞ്ഞത്. ആദ്യം അവർ 25% ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു, പിന്നെ അവരുടെ ഇല്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഭാരതത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് റോഡുകൾ കേരളത്തിലാണ്. 1 കിലോമീറ്റർ 100 കോടി. 1 കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കലടക്കം എല്ലാ ജോലിയും കഴിയുമ്പോൾ 100 കോടി രൂപ ചിലവാകും. എന്നിട്ട് സ്വതസിദ്ധമായ ചിരിയോടെ ലോക്സഭയിൽ ഗഡ്കരി പറഞ്ഞു, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഇല്ല, അവർ തന്നില്ല, ശരി അതും കൂടെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീർത്തത്. ഇതിൻ്റെ പേരിൽ അഭിനന്ദിച്ച് കാണും. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സഹായം എന്താണ് ചെയ്തിട്ടുള്ളത്? പിണറായി വിജയൻ മോദിക്ക് ഒന്നും ചെയ്തിട്ടില്ല. 1 സീറ്റ് കൊടുത്തോ? 1 സീറ്റിൽ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്ന് BJPയെ ജയിപ്പിച്ചുവിടാം ചെയ്തോ? ഇല്ല, എങ്ങും ചെയ്തിട്ടില്ല. മാത്രമല്ല ഓള സീറ്റും കൂടെ പോയി. ക്രോസ് വോട്ട് ചെയ്ത് തോപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ അങ്ങോട്ട് മാത്രം കൊടുക്കുന്ന ഒരു ബന്ധം മോദി നിലനിർത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത്രയ്ക്ക് സുന്ദരനാണോ പിണറായി? 1 സൈഡഡ് പ്രേമവുമായിട്ട് മോദി പിന്നാലെ നടക്കാൻ. മോദി ഇപ്പോഴും അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പെണ്ണുങ്ങളൊക്കെ വീഴും. പിണറായി വിജയൻ ഇനിയിപ്പോൾ എത്ര തൊപ്പി വെച്ച് കഴിഞ്ഞാലും കോമാളിയാകും എന്നുള്ളതല്ലാതെ അതിനുള്ള പാങ്ങൊന്നുമില്ല. ഞാൻ മോശമൊന്നും പറയില്ല, ഓരോരുത്തർ കണ്ടാലും ഓരോ പോലെ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അന്തർധാരയും ഒരു തേങ്ങയുമില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഗവർണർമാരെ മാറ്റി നിശ്ചയിക്കുകയാണെങ്കിൽ അത് തീർത്തും അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിശ്ചയമായിരിക്കും. പക്ഷേ അവർ കേരള ഗവർണറെ മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തമിഴ്നാട് ഗവർണറെ മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത്തരം ക്ലാഷസൊക്കെ സർവ്വസാധാരണമാണ്. നമ്മൾ ഈ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്കിത് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇതറിയാവുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എവിടെ വെച്ച് വെല്ലുവിളിക്കണമെന്നും എവിടെ വെച്ച് നിർത്തണമെന്നും ഒക്കെ അങ്ങനെ നന്നായിട്ട് ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടില്ല. അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. വെച്ച കാലം പുറകോട്ടെടുത്തു. അങ്ങനെ ടിപ്പിക്കലായിട്ട് ഇങ്ങനെ ചെറിയ കണ്ണുമായിട്ടൊരു ചിരിയിരിക്കും. അല്ല, അതുപോലെ ഇത് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമോ? അത് പിണറായി വിജയൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാനിപ്പോഴും വിചാരിക്കുന്നത് പിണറായി വിജയൻ രാജ്ഭവനിൽ പുള്ളിയെ ചെന്ന് കാണുക, ഈ ബില്ലിൻ്റെ കാര്യവും സംഗതിയൊക്കെ സംസാരിക്കുക, ചെയ്തു കഴിഞ്ഞാൽ ഈ മഞ്ഞ് ഉരുകാൻ തുടങ്ങും. ഇതാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രശ്നം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി ഈ കേസ് വന്നപ്പോൾ ചോദിച്ചല്ലോ, മുഖ്യമന്ത്രി ഗവർണറെ കണ്ടൊരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. അതാണ് അതിൻ്റെ സത്യം. ഗവർണർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പ്രോട്ടോകോൾ പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രി ഈഗോയുടെ ആശാനല്ലേ, ഈഗോയുടെ ആശാനാണ്.
പക്ഷേ ഈ ബാനറുകളിലൊക്കെ ഇപ്പോൾ വരുന്ന SFIയുടെ ബാനറുകളിലെ ഭാഷ വളരെ സൗമ്യവും സഭ്യവുമാണ്. മാറ്റമുണ്ട്. അത് ഈ IPC 124 എന്നുള്ള വകുപ്പുണ്ട്. അത് IPCയിലെ വകുപ്പ് മാത്രമല്ല, അത് പിന്നീടാണ് ഇവർക്ക് ബുദ്ധി ഉദിച്ചത്. അത് NIAയുടെ ഷെഡ്യൂൾ ഒഫൻസ്. അതെ, ഓട്ടോമാറ്റിക്കലി അതിലേക്ക് NIAയുടെ ഷെഡ്യൂൾ ഓഫ് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒരളവ് അതാണ്. ഈ ഗവർണറെ ചരിത്ര സെമിനാറിൽ വെച്ചിട്ട് ഇർഫാൻ ഹബീബ് തടസ്സപ്പെടുത്തി കയ്യോങ്ങിയൊക്കെ ചെയ്തു. അന്ന് NIA ഇടപെടേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല. ഞാൻ കേന്ദ്ര സർക്കാരിന് കൊടുത്ത പരാതി ഇപ്പോഴും എന്നിലുണ്ട്. നിങ്ങൾക്ക് സിയോമോട്ടോ കേസ് എടുക്കാം, ഒന്നേ കേരള പോലീസിന് എടുക്കാം, കേരള പോലീസിന് എടുത്തിട്ട് NIAക്ക് കൈമാറാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹോം മിനിസ്ട്രിക്ക് NIAക്ക് നിർദ്ദേശം കൊടുക്കാം. ഇത് 124 ആണ്, കേസെടുക്കുമെന്ന് പറയും. ഇതിപ്പോൾ രണ്ടാമത്തെ ഇൻസിഡൻസ് ആണ്. അന്ന് ഗവർണർ തടഞ്ഞു നിർത്തി. അദ്ദേഹം ഔദ്യോഗിക ആവശ്യത്തിന് യാത്ര ചെയ്യുമ്പോൾ അവർ കോടതിയിൽ അഡ്മിറ്റ് ചെയ്തല്ലോ, ഗവർണറുടെ വാഹനത്തിന് 73 ലക്ഷം രൂപയുടെ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ജാമ്യത്തിന് അവർ കീഴ്ക്കോടതിയിൽ വാദിച്ചത് എന്താ? അതങ്ങനെ പിള്ളേരല്ലേ, അതങ്ങനെ ചെയ്തേ ഉള്ളൂ. അല്ല, പൈസ കെട്ടിവെക്കാന്ന് പറഞ്ഞു. അതെ, പൈസ കെട്ടി വയ്ക്കാൻ തയ്യാറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്മിറ്റഡ് ആയതുകൊണ്ടല്ല. ഈ PDDP ആക്ട് അങ്ങനത്തെ ആക്റ്റാണ്. ജാമ്യം കിട്ടണമെങ്കിൽ ഈ എത്ര പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ടുണ്ടോ അത്രയും കാശ് കെട്ടിവയ്ക്കണമെന്ന് നിയമത്തിൽ തന്നെ ഉണ്ട്. ഇവർ ചെയ്ത ഔദാര്യമൊന്നുമല്ല, അത് അഡ്മിഷനുമല്ല. നിങ്ങൾ കാശ് കെട്ടിവെച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കുറ്റക്കാരനാണെന്നല്ല. ജാമ്യം കിട്ടാൻ ഉദ്ദേശിച്ചത് ഗവർണറുടെ വാഹനത്തിൽ ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു. പക്ഷേ അവർ പറയുന്നത് 124 ഞങ്ങൾ ഇട്ടെങ്കിലും അതിന് മാത്രം ഇത് കാണുന്നില്ല അന്വേഷണത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തി തീരെ. പക്ഷേ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തില്ല. ഏതായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചെങ്കിലും ഒരു മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ ഗവർണറുടെ നടപടികൾ ഉപകരിച്ചു എന്നാണ് തീർച്ചയായും. ഞാൻ ഈ ഫൈറ്റിൽ ഗവർണർ രക്തസാക്ഷിയായാലും ശരി, ഈ സർവകലാശാലകളിലെ തെമ്മാടിത്തരം അവസാനിച്ചേ പറ്റുള്ളൂ. ഇടതുപക്ഷ ധാർഷ്ട്യത്തിന്, ഇടതുപക്ഷ വ്യഭിചാരത്തിന് സർവകലാശാലകളെ വിട്ടുകൊടുക്കാൻ പാടില്ല. എത്ര തലമുറകളെ നിങ്ങൾ നശിപ്പിച്ചു. ഇപ്പോൾ കള്ളത്തരം കാണിക്കുന്നത് കള്ളത്തരമേ അല്ലാതെയായി. ഈ ആർഷയുടെ മാർക്ക് വിവാദം എന്തോ ഉണ്ടായല്ലോ, അയാൾ എഴുതി പിടിച്ചു, പിന്നെ ഞാനല്ല അത് ചെയ്തത് വേറൊരാളാണെന്ന് പറഞ്ഞിട്ട് അയാളെ നെഞ്ചത്ത് കയറുകയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷേഡി ക്യാരക്ടറാണ് ഈ ആർഷയൊക്കെ. എല്ലാ വിദ്യാർത്ഥി നേതാക്കളും ഇതൊരുമാതിരി അലമ്പായിട്ട് തീർന്നിരിക്കുന്നു. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്? വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കംപ്ലീറ്റ് പോയില്ലേ? ഇത് സമ്മതിക്കാതെ ആരെങ്കിലും ഉണ്ടോ? ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഷാനവാസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ചതിക്കുകയാണ് വിദ്യാർത്ഥികളെ ഇങ്ങനെ A+ ഒക്കെ കൊടുത്തത്. ഇത് കവിഞ്ഞ് എന്തൊരു അധപ്പതിനാണ് വരേണ്ടത്. ഏതായാലും ഒരു EGN തൊടുത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ വൃത്തിയാക്കി തുടങ്ങിയാണ്. നമുക്ക് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.